महाभारतं महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. യുധിഷ്ഠിരനാൽ അദാസ്യനാക്കപ്പെട്ട ജയദ്രഥൻ പിന്നീട് ഗംഗാദ്വാരത്തിൽ ചെന്ന് മഹാദേവനെ തപസ് ചെയ്തു. പാണ്ഡവരോടുള്ള ആ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചോദിച്ച വരം ഇതായിരുന്നു: എനിക്ക് 5 പാർത്ഥന്മാരെയും പോരിൽ ജയിക്കണം. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, 5 പാർത്ഥന്മാരെയും ജയിക്കുക സാധ്യമല്ല. അർജുനനെ ഒഴികെ മറ്റെല്ലാ പാണ്ഡവന്മാരെയും നിനക്ക് ജയിക്കാൻ സാധിക്കും. എന്നാൽ അർജുനനെ നിനക്ക് തടുക്കുവാനും കൂടി സാധ്യമല്ല. കാരണം അവൻ നരനാണ്. മാത്രമല്ല, നരനായ അർജുനന് സഹായിയായിട്ട് സദാ നാരായണൻ അവന്റെ കൂടെ തന്നെയുണ്ട്. കൂടാതെ ഞാൻ തന്നെ കൊടുത്ത ദിവ്യവും നിസ്തുല്യവുമായ പാശുപതാസ്ത്രം അവന്റെ കയ്യിലുണ്ട്. ലോകപാലന്മാർ നൽകിയ വജ്രം മുതലായ ശസ്ത്രങ്ങളും അവന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് പാർത്ഥനെ ജയിക്കാം എന്ന് നീ വ്യാമോഹിക്കരുത്. പിന്നീട് ഭഗവാൻ നാരായണന്റെ മഹത്വം മഹാദേവൻ ഈ ജയദ്രഥന് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് അതുവരെ എടുത്ത ഭഗവാന്റെ അവതാരങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, അതേ ഭഗവാൻ തന്നെയാണ് ഇപ്പോൾ കൃഷ്ണനായിട്ട് ജനിച്ചിരിക്കുന്നത്. ശ്രീമാനും അതുല്യ വിക്രമനുമായ ഭഗവാൻ നാരായണൻ സഹായത്തിനുള്ളപ്പോൾ അർജുനനെ ജയിക്കുവാൻ ആർക്കാണ് സാധിക്കുക? അതുകൊണ്ട് അവനെ ഒഴികെ മറ്റ് 4 പാണ്ഡവന്മാരെയും നീ ഒരു ദിവസം ജയിക്കുന്നതാണ്. ഇങ്ങനെ മഹാദേവന്റെ അടുത്ത് നിന്ന് വരം വാങ്ങി ജയദ്രഥൻ തിരിച്ചുപോയി. ഇങ്ങനെ ഇരിക്കെ ഇവിടെ പാണ്ഡവന്മാർ കൃഷ്ണയെ വീണ്ടെടുത്തുവെങ്കിലും ഇങ്ങനെ ഒരു സംഭവം നടന്നുവല്ലോ എന്നത് അവരെ വല്ലാത്ത ദുഃഖത്തിലാഴ്ത്തി. അങ്ങനെ ഒരു ദിവസം മുനിമാരുമായുള്ള സത്സംഗത്തിൽ വെച്ച് മാർക്കണ്ഡേയ മഹർഷിയോട് യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, ഭഗവാനെ, അങ്ങ് എൻ്റെ ഉള്ളിലുള്ള ഒരു സംശയം തീർത്തു തന്നാലും. വേദി മധ്യത്തിൽ ജനിച്ച ഈ ദ്രുപദപുത്രിക്ക് ഇപ്രകാരമുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടാകുവാൻ എന്താണ് കാരണം? ഭഗവാനെ, കാലവും ദൈവവും വിധികൽപ്പിതമാണെന്ന് എനിക്ക് തോന്നുന്നു. ജീവികൾക്കും ധർമ്മ അധർമ്മങ്ങൾക്കും നന്മ തിന്മകൾക്കും കാലത്തിനുമൊക്കെ പരസ്പര ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരാനിരിക്കുന്നവയെ അതിക്രമിക്കുവാൻ ഒരു ജീവിക്കും കഴിയുകയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്കിലും ഞങ്ങളുടെ പത്നി ഇപ്രകാരം മറ്റൊരുത്തനാൽ അപഹരിക്കപ്പെട്ടതിന് എന്ത് കാരണമാണ് ഉള്ളത്? എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി? പാഞ്ചാലി നിന്ദ്യമായ കർമ്മങ്ങളൊന്നിലും ഏർപ്പെട്ടിട്ടില്ല. പാപകർമ്മങ്ങൾ ഒന്നും തന്നെ അവൾ ചെയ്തിട്ടില്ല. എന്നിട്ടും അവൾക്ക് ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു? മൂഢബുദ്ധിയായ ജയദ്രഥൻ അവളെ ബലാൽ അപഹരിച്ചു കൊണ്ടുപോയി. സത്യത്തിൽ ഞങ്ങളുടെ ഈ ജീവിതം എന്തൊരു ദുഷ്കരമാണ്. കള്ളത്താപസവേഷവും കെട്ടിയുള്ള ജീവിതമല്ലേ ഞങ്ങൾ നയിക്കുന്നത്? എന്നെപ്പോലെ ഇത്ര ഭാഗ്യഹീനനായ ഒരു മനുഷ്യനെ ഭവാൻ വല്ലേടത്തും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? വളരെ കാലത്തെ അനുഭവം അങ്ങേക്കുണ്ടല്ലോ. ഇത് വീണ്ടും യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്. ഇതേ ചോദ്യം മുൻപും ചോദിച്ചിരുന്നു. അപ്പോഴാണ് നളന്റെ കഥയൊക്കെ പറഞ്ഞത്. ഇത്തവണ ദ്രൗപദിയുടെ അപഹരണം സംഭവിച്ചു എന്നതിനാൽ ഇവിടെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് സാക്ഷാൽ ശ്രീരാമചന്ദ്രന്റെ കഥയാണ്. അവിടെ സീത അപഹരണവും ഒക്കെ പറഞ്ഞിട്ട് മാർക്കണ്ഡേയ മഹർഷി ചോദിക്കുന്നു, അവതാരമൂർത്തിയായി സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ഭൂമിയിൽ അവതരിച്ചിട്ടും അവർക്കിങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായെങ്കിൽ പിന്നെ നിങ്ങളുടെ കാര്യം പറയാൻ എന്തുണ്ട്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നത്
അത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് എന്നാണ് ഇവിടെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു വെക്കുന്നത്. ഇതിൽ എനിക്കൊരു വ്യത്യാസം തോന്നിയ കാര്യം, രാമായണത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള രാവണന്റെ ഉത്പത്തിയിൽ ഇവിടെ ചെറിയൊരു വ്യത്യാസം കാണുന്നുണ്ട്. അതായത് കുബേരൻ തന്റെ അച്ഛനായ പരിചരിക്കുവാനായിട്ട് 3 രാക്ഷസിമാരെ ഏർപ്പെടുത്തി. അവർ രാഗ, മാലിനി, പുഷ്പോൽക്കട. ഇവർ ശ്രേയസ്സിനു വേണ്ടി പരസ്പരം മത്സരിച്ചുകൊണ്ട് തന്നെ ഈ മഹർഷിയെ സന്തോഷിപ്പിച്ചു. അങ്ങനെ ഇവരുടെ പരിചരണത്തിൽ സന്തുഷ്ടനായ വിശ്രവസ് ഓരോ പരിചാരികയ്ക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പുത്രന്മാരുണ്ടാകുവാൻ വരൻ നൽകി എന്നാണ് പറയുന്നത്. ഇങ്ങനെ പുഷ്പോത്കടയുടെ പുത്രന്മാരായി രാവണനും കുംഭകർണനും ജനിച്ചു. മാലിനിക്ക് ഒരു മകനുണ്ടായി, അവനാണ് വിഭീഷണൻ. രാഗയ്ക്ക് 2 മക്കൾ ഉണ്ടായി, അതാണ് ഖരനും ശൂർപ്പണഖയും. ഇങ്ങനെയൊരു കഥ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കാരണം രാമായണം പഠിച്ചപ്പോൾ അവിടെ കൈകസിയുടെ മക്കളായിട്ടാണ് രാവണാദികൾ ജനിച്ചത്. എന്തായാലും ഇവിടെ ഇങ്ങനെയൊരു കഥയാണ് കാണുന്നത്. ബാക്കിയെല്ലാം നമ്മൾ രാമായണത്തിൽ കേട്ട അതേ കഥ തന്നെയാണ്. ഇങ്ങനെ വളരെ വിശദമായി രാമായണ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് മാർക്കണ്ഡേയ മഹർഷി ചോദിക്കുകയാണ്, അങ്ങ് ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. സാക്ഷാൽ നാരായണനാണ് രാമനായി അവതരിച്ചത്. എന്നിട്ടും സീതാദേവിയെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അറിഞ്ഞതുപോലുമില്ല. അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യരുടെ കാര്യം പറയാനുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇവിടെ യുധിഷ്ഠിരനെ ആശ്വസിപ്പിക്കുന്നത്. അതേസമയം മാർക്കണ്ഡേയ മഹർഷി യുധിഷ്ഠിരനോട് ചോദിക്കുന്നു, അങ്ങ് ആലോചിച്ചു നോക്കൂ, ശ്രീരാമചന്ദ്രന് ആരാണ് ഒരു സഹായത്തിനുണ്ടായിരുന്നത്? അനുജനായ ലക്ഷ്മണൻ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. പിന്നീട് ഭഗവാന്റെ സഹായത്തിന് വന്നത് കുറെ വാനരന്മാർ ആണല്ലോ എന്ന് പറയുകയാണ്. അതേസമയം അങ്ങേക്ക് കൂട്ടിന് ശക്തിയിലും വീര്യത്തിലും ഒന്നിനൊന്ന് മെച്ചമായ 4 സഹോദരന്മാർ ഇല്ലേ? അങ്ങ് അതാലോചിച്ച് ആശ്വസിക്കൂ എന്ന് മാർക്കണ്ഡേയ മഹർഷി പറയുകയാണ്. പിന്നീട് പതിവ്രതാധർമ്മം ഇതുപോലെ അനുഷ്ഠിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ദ്രൗപദിയെ കുറിച്ച് ചോദിക്കുമ്പോൾ സതി സാവിത്രിയുടെ കഥ ഇവിടെ മാർക്കണ്ഡേയ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ വനവാസത്തിന്റെ 12 വർഷം അവസാനിച്ചു. 13ാമത്തെ വർഷം വന്നപ്പോൾ ഇന്ദ്രൻ കർണനോട് കവചകുണ്ടലങ്ങൾ ഇരക്കുവാൻ തന്നെ തീർച്ചയാക്കി. കുണ്ടലങ്ങൾക്കു വേണ്ടി ദേവരാജാവായ ഇന്ദ്രൻ കർണന്റെ മുൻപിൽ യാചിക്കുവാൻ പോകുന്നുണ്ടെന്നുള്ള വിവരം സൂര്യദേവൻ അറിഞ്ഞു. സൂര്യന്റെ മകനാണല്ലോ കർണൻ. അതുകൊണ്ട് തന്നെ തന്റെ മകനെ സഹായിക്കണമെന്ന് സൂര്യൻ നിശ്ചയിച്ചു. അങ്ങനെ സൂര്യഭഗവാൻ നേരിട്ട് കർണന്റെ അടുത്തേക്ക് വരികയാണ്. ഒരു ബ്രാഹ്മണന്റെ രൂപത്തിലാണ് സൂര്യഭഗവാൻ വന്നത്. എന്നിട്ട് പറഞ്ഞു, കർണ, എൻ്റെ ഉണ്ണി, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. നിന്നോടുള്ള സ്നേഹവാത്സല്യം മൂലം നിന്റെ ഹിതം ചിന്തിച്ചാണ് ഞാൻ ഇത് പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ സമീപത്ത് ഇന്ദ്രൻ പാണ്ഡവന്മാരുടെ ഹിതത്തിനായി ബ്രാഹ്മണ വേഷത്തിൽ നിന്റെ കവചകുണ്ടലങ്ങൾ കൈക്കലാക്കുവാൻ എത്തുന്നതാണ്. നിന്റെ ശീലം അവന് നന്നായിട്ടറിയാം. ലോകത്തിലുള്ള മറ്റെല്ലാവരും നിന്നെപ്പറ്റി അറിയുന്നതാണ്. സത്തുക്കൾ യാചിച്ചാൽ അവർ ആഗ്രഹിക്കുന്നതെല്ലാം നീ നൽകുമെന്ന്. നീ ഇരക്കുകയില്ലെന്നും പ്രസിദ്ധമാണ്. ഉണ്ണി, നീ ആ വിപ്രൻ, അതായത് ഇന്ദ്രൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നാലും അർത്ഥിക്കുന്നതെന്തും കൊടുക്കുമല്ലോ. അതേസമയം നിന്റെ ഈ ഹൃദയം മനസ്സിലാക്കി ആ ഇന്ദ്രൻ നിന്റെ കുണ്ടലങ്ങളും ചട്ടയും ഇരക്കുവാൻ വന്നെത്തുന്നതാണ്. അങ്ങനെ വരുന്ന അവന് നീ കുണ്ടലങ്ങൾ കൊടുക്കരുത്. നീ അവനോട് ശക്തിയായി അനുനയം ചെയ്യണം. ഈ കുണ്ടലങ്ങൾ നിനക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ്. കുണ്ടലം യാചിക്കുന്ന അവനെ നീ മറ്റു പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് ധനം തരാം, സ്ത്രീകളെ തരാം എന്നൊക്കെ പറഞ്ഞ് ആ യാചനയെ തടുക്കണം. നീ നിന്റെ സഹജവും ശ്രേഷ്ഠവുമായ കുണ്ടലങ്ങൾ ദാനം ചെയ്താൽ നിന്റെ ആയുസ് അറ്റുപോകുന്നതാണ്.
നീ മൃത്യുവിന്റെ അധീനത്തിലാകും. കവചവും കുണ്ടലവും ഉള്ളിടത്തോളം നിന്നെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ജീവനിൽ നീ പ്രിയമുള്ളവനാണെങ്കിൽ ഇവ രണ്ടും നീ സൂക്ഷിക്കണം. എന്നാൽ കർണൻ ചോദിക്കുകയാണ്, സൗഹൃദം കാട്ടി എന്നോട് ഇക്കാര്യം ഉപദേശിക്കുന്ന അങ്ങ് ആരാണ്? അങ്ങ് ആരാണെന്ന് എന്നോട് പറഞ്ഞാലും എന്ന് ചോദിച്ചപ്പോൾ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ സൂര്യനാണ്. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിന്നോട് ഇതൊക്കെ പറയുന്നത്. പക്ഷെ കൂടുതൽ രഹസ്യം നിന്നോട് തുറന്നു പറയാൻ എനിക്ക് മടിയുണ്ട്. കാരണം അത് പറയുമ്പോൾ സൂര്യൻ നിന്റെ അച്ഛനാണെന്ന് പറയേണ്ടി വരും, കുന്തിക്ക് നടന്ന ആ സംഭവം പറയേണ്ടി വരും. അതുകൊണ്ട് ആ കാര്യം സൂര്യൻ മറച്ചു വെക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് കർണൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് എനിക്ക് നന്മയുള്ള കാര്യമാണ്. അതിന് ഭവാനോട് ഞാൻ നന്ദി പറയുന്നു. എന്നാൽ ഞാൻ അങ്ങയോടുള്ള പ്രണയത്താൽ പറയുന്ന എൻ്റെ ഈ വാക്കുകൾ അങ്ങ് കേട്ടാലും ഭവാന് എന്നിൽ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഈ വ്രതത്തിൽ നിന്ന് തടയാതിരിക്കണം. എൻ്റെ വ്രതം ഈ ലോകത്തിലുള്ളവർക്കൊക്കെ അറിയാം. ബ്രാഹ്മണർക്കു വേണ്ടി ഞാൻ പ്രാണൻ പോലും നൽകുന്നവനാണ്. ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ പാണ്ഡവന്മാർക്കു വേണ്ടി വരുന്നത് ഇനി ദേവേന്ദ്രനാണെങ്കിലും എൻ്റെ കുണ്ടലങ്ങളും കവചവും ഞാൻ അവന് ദാനം ചെയ്യുക തന്നെ ചെയ്യും. 3 ലോകത്തിലും കേൾവി കേട്ടിട്ടുള്ള എൻ്റെ കീർത്തി നശിക്കുവാൻ ഇടയാകരുത്. യശസ്സിനെ നഷ്ടപ്പെടുത്തി പ്രാണനെ രക്ഷിക്കുക എന്നത് എന്നെപ്പോലെയുള്ള വീരന്മാർക്ക് ചേർന്നതല്ല. യശസ്വിയായി മരിക്കുക എന്നതാണ് ലോകസമ്മതമായിട്ടുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ എൻ്റെ മുമ്പിൽ ഭിക്ഷാപാത്രവുമായി എത്തിയാൽ ഞാൻ എൻ്റെ ചട്ടയോടുകൂടി കുണ്ടലങ്ങളും ഊരിക്കൊടുക്കുന്നതാണ്. ഇങ്ങനെ കർണൻ തീർത്തു പറഞ്ഞപ്പോൾ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കർണന്റെ മനസ്സ് മാറ്റാൻ സൂര്യൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അവസാനം പറഞ്ഞു, അർജുനന് ഈ കവച കുണ്ടലങ്ങൾ നിന്റെ ദേഹത്തിലുള്ള കാലത്തോളം നിന്നെ ജയിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ കുണ്ടലങ്ങൾ നീ ഇന്ദ്രന് നൽകരുത്. അങ്ങനെ നൽകിയാൽ അർജുനനെ നിനക്ക് ജയിക്കാൻ സാധിക്കില്ല. അർജുനനെ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് അവന് നൽകരുത്. പക്ഷെ അപ്പോഴും കർണൻ ഉറപ്പിച്ചു പറഞ്ഞു, എൻ്റെ വ്രതം ഞാൻ തെറ്റിക്കുകയില്ല. ബ്രാഹ്മണന്റെ വേഷത്തിലാണെങ്കിലും ഒരു ബ്രാഹ്മണൻ എന്ന നിലയിൽ തന്നെ ഒരാൾ ചോദിക്കുന്നത് എന്തും ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും. അതേസമയം അർജുനനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് കർണൻ തൻ്റെ കഴിവിലുള്ള വിശ്വാസം സൂര്യനോട് പറയുകയാണ്. അർജുനനെ യുദ്ധത്തിൽ ജയിക്കുവാൻ എനിക്ക് എപ്പോഴും കഴിവുണ്ട്. അതിന് ഈ കവച കുണ്ടലങ്ങൾ വേണമെന്നില്ല. ദ്രോണനിൽ നിന്നും പരശുരാമനിൽ നിന്നും ഞാൻ നേടിയിട്ടുള്ള മഹത്തായ അസ്ത്രബലം ഭവാൻ അറിയാത്തതല്ലോ. അതുകൊണ്ട് അക്കാര്യത്തെപ്പറ്റി ഇവിടെ എന്തിന് ചിന്തിക്കുന്നു? എൻ്റെ വ്രതത്തെ രക്ഷിക്കുവാൻ ഭവാൻ എന്നിൽ പ്രസാദിച്ചാലും ഇന്ദ്രൻ വന്ന് യാചിച്ചാൽ എൻ്റെ ജീവനെ പോലും ഞാൻ നൽകുന്നതാണ്. ഒരു തരത്തിലും കർണൻ പിന്മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ സൂര്യൻ പറഞ്ഞു, എങ്കിൽ ശരി, നീ ഇന്ദ്രനായി കവചകുണ്ടലങ്ങൾ നൽകുകയാണെങ്കിൽ നീയും ഇന്ദ്രനോട് ഒരു കാര്യം വിജയത്തിനായി ആവശ്യപ്പെടണം. കരാറ് പ്രകാരം കവചകുണ്ടലങ്ങൾ നൽകാമെന്ന് നീ പറയുക. എന്നാൽ തിരിച്ച് അമോഘശക്തിയുള്ള ശക്തി എന്ന വേൽ തരാൻ വേണ്ടി നീ അഭ്യർത്ഥിക്കണം. എന്നാൽ അങ്ങേക്കെന്റെ കുണ്ടലങ്ങൾ തരാം എന്ന് മാത്രമേ നീ പറയാവൂ. ഇങ്ങനെ ആ ശക്തി, ആ വേൽ നീ സ്വന്തമാക്കിയാൽ നിനക്ക് ശത്രുക്കളെ പോരിൽ വധിക്കാൻ സാധിക്കും. ദേവേന്ദ്രന്റെ ആ വേൽ 100ഉം 1000ഉം ശത്രുക്കളെ മുടിക്കാതെ ദേവേന്ദ്രന്റെ കയ്യിൽ തിരിച്ചു വരികയില്ല. ഇങ്ങനെ പറഞ്ഞ് സൂര്യൻ അവിടെ നിന്ന് മറഞ്ഞു. ഇങ്ങനെ ഒരു ദിവസം കർണൻ പ്രതീക്ഷിച്ചതുപോലെ ഇന്ദ്രൻ ബ്രാഹ്മണ വേഷത്തിൽ കവചകുണ്ടലങ്ങൾ യാചിക്കാനായി കർണന്റെ മുന്നിലെത്തി. കർണൻ പറഞ്ഞു, ഭവാന്റെ വരവ് മുമ്പേ തന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. അങ്ങേക്ക് വെറുതെ വരം നൽകുവാൻ പാടുള്ളതല്ല. ഭവാൻ എനിക്കൊരു വരം നൽകണം. അങ്ങേക്ക് ഞാൻ കുണ്ടലവും ചട്ടയും നൽകിയാൽ ഞാൻ ശത്രുക്കളാൽ വധ്യനായി തീരും.
അപ്പോൾ ഭവാനും പരിഹാസപാത്രമാകും. അതുകൊണ്ട് ഒരു കൈമാറ്റമായി എന്റെ കയ്യിൽ നിന്ന് ഭവാൻ യഥേഷ്ടം കവചകുണ്ടലങ്ങളെ വാങ്ങുക. അതേസമയം എനിക്ക് അമോഘമായ ശക്തി എന്ന വേൽ പ്രയോഗിക്കാനുള്ള വിദ്യ പറഞ്ഞു തരിക. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അമോഘമായ ഈ വേൽ, അമോഘം എന്നാൽ നിഷ്ഫലമാകാത്ത ഈ വേൽ ഒരിക്കൽ കൈവിട്ടാൽ അനവധി ശത്രുവീരന്മാരെ സംഹരിച്ച് വീണ്ടും എന്റെ കയ്യിൽ തന്നെ വന്നെത്തും. ഈ വേൽ നിന്റെ കയ്യിൽ തന്നാൽ അത് ശക്തനായ ഒരേ ഒരു വൈരിയെ ഗത്യന്തരമില്ലാത്ത നിലയിൽ നിന്നെ കഷ്ടപ്പെടുത്തുന്ന സമയത്ത് മാത്രം പ്രയോഗിക്കാം. ആ ഒറ്റ ശത്രുവിനെ മാത്രം കൊന്ന് അത് വീണ്ടും എന്റെ കയ്യിലെത്തും. ഈ കരാറിന്മേൽ ഞാൻ എന്റെ വേൽ മാറ്റമായി തരുന്നതാണ്. ഇങ്ങനെ ഒരു കരാറിന്മേലാണ് ഇന്ദ്രൻ വേൽ കർണന് സമ്മാനിക്കുന്നത്. അതായത് ഓർത്തു വെക്കുക, യുദ്ധസമയത്ത് നമ്മൾ ഇത് കേൾക്കും. ഈ ഒരു വേൽ പ്രയോഗത്തിൽ നിന്ന് എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനനെ രക്ഷിച്ചതെന്ന് നമുക്ക് യുദ്ധസമയത്ത് കാണാം. കാരണം ആ വേൽ പ്രയോഗിച്ചാൽ ആ നിമിഷം അർജുനൻ ഇല്ലാതാകും. അതുകൊണ്ട് അർജുനനെ ആ വേലിൽ നിന്നും സംരക്ഷിക്കുക എന്നത് ഭഗവാന്റെ ഒരു വലിയ ദൗത്യമായിരുന്നു. ഇങ്ങനെ കർണൻ പറയുകയാണ്, എനിക്ക് ഭയം വർദ്ധിക്കുമാറ് ഗർജിച്ച് ആക്രമിച്ചു വന്ന് ദുഃഖമുണ്ടാക്കുന്ന ഒരേ ഒരു വൈരിയെ മാത്രമേ കൊല്ലേണ്ടതായുള്ളൂ. അത് അർജുനനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു, ശരി, അങ്ങനെ നിന്നോട് പോരാടുന്ന ബലവാനായ ഒരേ ഒരു ശത്രുവിനെ നീ യുദ്ധത്തിൽ കൊല്ലും. എന്നാൽ ഒരു കാര്യം നീ ഓർക്കണം, നീ ഇപ്പോൾ ആരെ കൊല്ലണം എന്നാണോ മനസ്സിൽ ആഗ്രഹിച്ചത്, ആ ശത്രുവിനെ രക്ഷിക്കാൻ മഹാത്മാവായ ഒരാളുണ്ടെന്ന കാര്യം നീ മറന്നു പോകരുത്. വരാഹനെന്നും അപരാജിതനെന്നും നാരായണനെന്നും വേദജ്ഞന്മാർ വാഴ്ത്തുന്ന അചിന്ത്യാത്മാവായ കൃഷ്ണൻ നീ ചിന്തിക്കുന്ന ആ പുരുഷനെ രക്ഷിക്കുന്നതാണെന്ന് നീ ഓർക്കണം. അപ്പൊ കർണൻ പറഞ്ഞു, എന്നാലും ഭഗവാനെ, മുഖ്യനായ ഒരു വീരനെ കൊല്ലുവാൻ അത് ഉപകരിക്കുമല്ലോ. അതുകൊണ്ട് അമോഘമായ വേൽ എനിക്ക് തരിക. ഞാൻ ഒരു പ്രതാപിയെ അതുകൊണ്ട് കൊല്ലുന്നതാണ്. ഞാനിതാ അടർത്തെടുത്ത് എന്റെ ചട്ടയും കുണ്ടലങ്ങളും നൽകുന്നു. ഇത് കർണന്റെ ശരീരത്തിൽ അങ്ങ് ചേർന്നിരിക്കുകയാണ്. ഇത് മുറിച്ചെടുത്ത് കൊടുക്കണം, അല്ലാതെ ഊരിക്കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കർണൻ തിരിച്ച് മറ്റൊരു വരം കൂടെ ആവശ്യപ്പെടുകയാണ്. ഞാൻ ഈ കവചകുണ്ടലങ്ങൾ എന്റെ ശരീരത്തിൽ നിന്ന് മുറിച്ചെടുക്കുമ്പോൾ എന്റെ ദേഹത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വൈരൂപ്യത്തെ ഇല്ലാതാവണം എന്നൊരു വരവും അങ്ങ് എനിക്ക് തരണം. ഇന്ദ്രൻ പറഞ്ഞു, കർണ, നിനക്ക് അതുമൂലം ഒരു തരത്തിലുള്ള വൈരൂപ്യവും ബാധിക്കുകയില്ല. നീ സത്യം പാലിക്കുക കാരണത്താൽ നിന്റെ ശരീരത്തിൽ ഒരു വ്രണവും ഉണ്ടാവുകയില്ല. നിന്റെ അച്ഛന് ഏത് നിറവും തേജസ്സും ഉണ്ടോ അപ്രകാരം നിറം നിനക്കുമുണ്ടാകും. മാത്രമല്ല, ശസ്ത്രങ്ങൾ കൈവശമുള്ളപ്പോൾ അത്യാപത്തിലല്ലാതെ അർഹമല്ലാത്ത സമയത്ത് തെറ്റിപ്രയോഗിച്ചാൽ അത് തിരിച്ചു വന്ന് നിന്നിൽ ഏൽക്കുന്നതായിരിക്കും. തിരിച്ച് നിനക്ക് തന്നെ അത് അപകടമുണ്ടാക്കും എന്നുകൂടെ ഓർക്കുക. അപ്പോൾ കർണൻ പറഞ്ഞു, അത്യാപത്തിൽ പെടുമ്പോൾ മാത്രമേ ഈ ശക്തി വേൽ ഞാൻ അയക്കുകയുള്ളൂ. ഭവാൻ പറഞ്ഞ വിധമേ ഞാൻ ചെയ്യുകയുള്ളൂ. ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇങ്ങനെ കരാറ് പ്രകാരം കർണൻ ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ജ്വലിക്കുന്ന ശക്തി വാങ്ങി. മൂർച്ചയേറിയ ഒരു ശസ്ത്രമെടുത്ത്, വാളെടുത്ത് തന്റെ ദേഹത്തിൽ മുറിച്ച് ആ കവചം അടർത്തുവാൻ തുടങ്ങി. കർണൻ തന്നെത്താൻ തന്റെ ശരീരം അറുക്കുന്നത് കണ്ടപ്പോൾ ദേവന്മാരും മർത്യരും ദൈത്യന്മാരും സിംഹനാദം മുഴക്കി. ഈ സമയത്തും വേദന അനുഭവിക്കുമ്പോഴും കർണന്റെ മുഖത്തിന് യാതൊരു ഭാവഭേദവും ഉണ്ടായില്ല. പുഞ്ചിരി തൂകിക്കൊണ്ട് കത്തികൊണ്ട് ദേഹം അറുക്കുന്ന വീരനായ കർണനെ നോക്കി
ദേവലോകത്ത് നിന്ന് ദുന്ദുഭിഘോഷവും പുഷ്പവർഷവും ഉണ്ടായി. ദേഹത്തിൽ നിന്ന് മുറിച്ചെടുത്ത ആ ദിവ്യ കവചം രക്തം നനഞ്ഞ മട്ടിൽ തന്നെ ഇന്ദ്രന് ദാനം ചെയ്തു. അപ്രകാരം തന്നെ കർണൻ തൻ്റെ കർണങ്ങളിൽ നിന്ന് കുണ്ടലങ്ങളെയും അടർത്തിയെടുത്ത് ഇന്ദ്രന് ദാനം ചെയ്തു. ഇങ്ങനെ ഒരു കർമ്മം ചെയ്തതുകൊണ്ടാണ് സത്യത്തിൽ വസുഷേണൻ എന്ന് അതുവരെ അറിയപ്പെട്ടിരുന്ന ഈ വീരൻ കർണൻ എന്ന പേര് നേടിയെടുത്തത്. തൻ്റെ ശരീരത്തിൽ നിന്നത് എടുത്ത് മുറിച്ചു കൊടുത്തതിനാൽ, വികർത്തനം ചെയ്തതിനാൽ വികർണൻ പിന്നീട് കർണൻ എന്ന് അറിയപ്പെട്ടു. സത്യത്തിൽ ഒരുപാട് ദുഷ്കർമ്മങ്ങൾ കർണൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരൊറ്റ വീരകൃത്യം കൊണ്ട് മറ്റെല്ലാറ്റിനെയും മായ്ച്ചു കളയുന്ന ഒരു വീരത മഹാഭാരതം വായിക്കുന്നവരുടെ ഉള്ളിൽ ഉണ്ടാക്കി എന്നത് തന്നെയാണ് കർണന്റെ മഹത്വം. ഈ ഒരൊറ്റ കർമ്മം ചെയ്തതിലൂടെ ഇന്ദ്രൻ തൻ്റെ മകനായ അർജുനനെ രക്ഷിച്ചു എന്ന രീതിയിൽ സന്തോഷിച്ചു. അതേസമയം ഈ ഒരു പ്രവൃത്തി കാരണം കർണന്റെ കീർത്തി ലോകത്തിലെങ്ങും വർദ്ധിക്കുകയാണ് ചെയ്തത്. മഹാഭാരതം